വെൽക്കം ബാക്ക് ടു ഗ്ലോ. നമ്മുടെ കല്യാണത്തിന്റെ ആ ഒരു സ്റ്റോറി ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്ന കാര്യം, നമ്മുടെ ഔട്ട്ഫിറ്റ് ഭയങ്കരമായിട്ട് വൈറലായി, യുണീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ആളുകൾ കാണുമ്പോൾ വാവ് എന്ന് പറയുന്ന കൈൻഡ് ഓഫ് ഡിസൈൻസ് തന്നെ വേണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുക. റോൺസാർ ഞങ്ങൾ ഉറക്കിയില്ല, എല്ലാരും നിരത്തി പിടിച്ച് അന്ന് രാത്രിയിൽ തന്നെ വെഡിങ്ങിന്റെ തലേദിവസം അല്ലേ അതിന്റെ ബ്ലൗസ് ഡിസൈൻ ഒക്കെ കണ്ട് അറിയാം. പ്രപ്പോസ് ചെയ്യുന്ന പോലെ നമ്മൾ എൻഗേജ്മെന്റിന് ചെയ്ത എടുത്ത ഒരു ഫോട്ടോ ആണ്. ആ ഫോട്ടോയാണ് നമ്മുടെ മുന്താണിയിൽ അത് എംബ്രോയിഡറി ചെയ്ത് അവർ പഠിക്കുന്ന സമയത്ത് ഇതവർ സ്ക്രീൻഷോട്ട് എടുക്കുകയും ഇതിൻ്റെ എന്താ പറയുക ഡീറ്റെയിൽസ് ലൈക്ക് ഇതിനെപ്പറ്റി ഇതെങ്ങനെയാ ചെയ്യുന്ന ആ ഒരു ഇതിനെപ്പറ്റി ഇവർ റിസർച്ച് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. ഞാൻ എന്താണോ വിചാരിച്ചത് അതിനും അപ്പുറത്തുള്ളൊരു ഗ്ലോയിൽ ചെയ്യുന്ന എല്ലാ ഡിസൈൻസും ഓരോ ബ്രൈഡിന് ചെയ്യുമ്പോഴും അവർക്ക് എല്ലാവർക്കും ഇതുപോലൊരു സ്റ്റോറി പറയാനുണ്ടാവും. നമ്മുടെ കല്യാണത്തിൻ്റെ ആ ഒരു സ്റ്റോറി ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്ന കാര്യം. കാരണം കോവിഡ് സമയമായിരുന്നു, അതുമാത്രമല്ല ആ സമയത്തെ നടന്ന വെഡ്ഡിങ്സിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഔട്ട്ഫിറ്റ് ഭയങ്കരമായിട്ട് വൈറലായി. ഫോട്ടോസ് ആണെങ്കിലും അതിനെപ്പറ്റി ഒത്തിരി പേര് അതിൻ്റെ റിവ്യൂസും ലൈക്ക് അതെങ്ങനെയാണ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്താൽ ഈവൻ സ്റ്റാറ്റസ് ഇടുമ്പോൾ തന്നെ അവരുടെ തന്നെ എന്താ പറയുക ഫ്രണ്ട്സും എല്ലാവരും ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയം. കോവിഡ് സമയത്ത് ഏറ്റവും എല്ലാവരും പറയുന്നത് സിമ്പിളായിട്ട് നടക്കുന്ന കല്യാണം, സിമ്പിൾ ഔട്ട്ഫിറ്റ് എന്ന ഇതിന്ന് മാറ്റിയിട്ട് സിമ്പിൾ കല്യാണം പക്ഷെ ഹെവി അല്ലെങ്കിൽ ഒരു വെറൈറ്റി ഒരു ഔട്ട്ഫിറ്റിലോട്ട് നമുക്ക് പോകണം എന്നുള്ളൊരു തോട്ട്. ആക്ച്വലി ഈ ഞങ്ങളുടെ വെഡ്ഡിങ് വന്നിട്ട് കോവിഡിൻ്റെ ടൈമിലായിരുന്നു. ശരിയാണ്. ആക്ച്വലി ഞങ്ങൾ കോവിഡിൻ്റെ ടൈമിലേക്ക് പ്ലാൻ ചെയ്ത് നടത്തിയതല്ല. അതിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ബേസിക്കലി ഞങ്ങൾ നേരത്തെ കോവിഡിന് മുന്നാണ് ഇത് ഫിക്സ് ചെയ്തതൊക്കെ. പക്ഷെ ആ സമയത്തേക്ക് കോവിഡ് വരികയായിരുന്നു. ഇതിനിടയ്ക്ക് എൻ്റെ ഫാദർ മരിച്ചുപോയി. അപ്പോൾ ആ സമയമായിരുന്നു. പ്ലസ് ഞങ്ങളുടെ ഈ കോവിഡിൻ്റെ ഒരു ടൈമിലുണ്ടായിരുന്ന സ്ട്രഗിള് ബിസിനസ്സിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. യൂഷ്വലി എല്ലാവർക്കും വന്ന സ്ട്രഗിൾസ് ഞങ്ങളെ ബാധിച്ചു. പ്ലസ് എനിക്ക് ഇങ്ങനെ ഒരു ലോസ് കൂടി ഉണ്ടായി. അതിനിടയ്ക്ക് വെഡ്ഡിങ്ങിൻ്റെ ഇതെല്ലാം ഓൾമോസ്റ്റ് അതിന് ശേഷമാണെങ്കിലും ഇതെല്ലാം ഒരു പ്രത്യേക ആ ഒരു ടൈമിങ് എന്നെ സംബന്ധിച്ച് ഭയങ്കര ക്രൂഷ്യലായിരുന്നു. നമ്മുടെ വെഡ്ഡിങ് ആണെങ്കിലും ഒരു 3 പ്രാവശ്യം ഡേറ്റ് മാറ്റി വെച്ചു. അതുപോലെ തന്നെ റോൺചാൻ്റെ ഫാദർ മരിച്ചു. എൻ്റെ ആദ്യത്തെ പെണ്ണ് കാണലായിരുന്നു റോൺചാൻ. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ ആ ഒരു പെട്ടെന്ന് തന്നെ അതിനോട് പോയെങ്കിലും പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കോവിഡ് വന്നു, ലോക്ക്ഡൗൺ വന്നു, എല്ലാം ഭയങ്കര തടസ്സങ്ങളിലോട്ട് പോവായിരുന്നു. അപ്പം 3ാമത്തെ തവണയും നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്തപ്പോഴത്തേക്ക് എന്ത് വന്നാലും കല്യാണം നടത്താം എന്നൊരു ഘട്ടത്തിലോട്ടായി. പക്ഷെ ഡേറ്റ് ഫിക്സ് ചെയ്ത ദിവസം നമുക്ക് എന്താ പറയുക റൂംസ് അല്ലെങ്കിൽ നമ്മുടെ ഹോള് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അവിടെ കണ്ടെയ്ൻമെൻറ്റ് സോണായി. അങ്ങനെ പല ഇഷ്യൂസ് വന്നു. അപ്പോഴും വന്നിട്ടും പോയിട്ടും ഈ ഒരു ഹെവി ഔട്ട്ഫിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും റോൺചാൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് ചെയ്യുമ്പോൾ ആരും ഇതുവരെ ട്രൈ ചെയ്യാത്ത അല്ലെങ്കിൽ ആരും വെഡ്ഡിങ്ങിന് ഇങ്ങനെ ഈ ഒരു സാധനം ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ ആരും ഇങ്ങനെ ട്രൈ ചെയ്യാത്ത ഒരു യുണീക്ക് പാറ്റേൺ തന്നെ നമുക്ക് വേണമെന്ന് റോൺചാൻ അന്ന് എന്നോട് പറഞ്ഞു. അതിനുള്ള ഒരു എന്താ പറയുക ഒരു കുറേ നാളത്തെ ഒരു ഡിസ്കഷൻ ആയിരുന്നു അല്ലേ ആ ഒരു ഔട്ട്ഫിറ്റ്. അപ്പം അത് നമ്മുടെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് നമ്മുടെ എൻഗേജ്മെൻ്റ് ഡ്രസ്സായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ അത് ജസ്റ്റ് ഇത് ഹാങ് ചെയ്തിടുമ്പോൾ അത്ര അപ്രിസിയേഷൻ കിട്ടിയില്ല. പക്ഷെ ഞാനത് വേറെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരുടെ റിയാക്ഷൻ ഭയങ്കരമായിരുന്നു. കാരണം എൻ്റെ ഹോളിൽ ക്യാൻസലായിപ്പോയി. ലാസ്റ്റ് മിനിറ്റ് 2 മിനിറ്റ് മുന്നാണ് നമ്മുടെ വീട്ടിൽ ആ ഒരു ഫങ്ഷൻ അറേഞ്ച് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ നമ്മൾ ആ ഒരു സെറ്റപ്പിലോട്ട് എന്താ പറയുക വീട്ടിൽ എൻഗേജ്മെൻറ്റിലോട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റിൽ നിന്ന് ആ ഒരു ഔട്ട്ഫിറ്റ് വരുന്നു എല്ലാവരും. സോ അങ്ങനെ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ആ ഒരു ഫങ്ഷൻ നടത്തുകയും ബാക്കിയെല്ലാം ഭയങ്കര മിനിമലിസ്റ്റായി. നമ്മുടെ ഔട്ട്ഫിറ്റ് മാത്രം നമ്മൾ വിത്തൗട്ട് എനി കോംപ്രമൈസ് നമ്മൾ ആ ഔട്ട്ഫിറ്റിലോട്ട് തന്നെ നമ്മൾ ചെയ്യുമായിരുന്നു അല്ലേ? അതെ, എനിക്കതിൽ ജുലിൻ ആദ്യം ഞങ്ങൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ഞങ്ങൾ സംസാരിക്കുന്ന സമയത്തും ജുലിൻ ആദ്യം ഡിസ്കസ് ചെയ്തപ്പോൾ കുറച്ചുകൂടെയും സിമ്പിൾ അല്ലെങ്കിൽ കുറച്ചുകൂടി കോമൺ കണ്ടുവരുന്ന ഡിസൈൻസിനെ പറ്റിയായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ആക്ച്വലി ആ ഒരു ഡിസ്കഷനോട് ഒട്ടും താല്പര്യം ഉണ്ടായില്ല. അപ്പോൾ ഞാനത് ഓപ്പണായിട്ട് പറയുകയും ചെയ്തു ജുലിനോട്. എനിക്ക് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു രീതിയിലേക്ക് നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ ഡ്രസ്സ് പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നമുക്ക് എന്തെങ്കിലും യുണീക്കായിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ ആളുകൾ കാണുമ്പോൾ വാവ് എന്ന് പറയുന്ന കൈൻഡ് ഓഫ് ഡിസൈൻസ് തന്നെ വേണമെന്ന് ഞാൻ
നിർബന്ധം പിടിക്കുകയായിരുന്നു. ഒരു കാര്യം കേൾക്കണം, നമ്മൾ ആ സമയത്ത് നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോസ് ഇട്ട് പല ഫാഷൻ എന്താ പറയുക ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന പിള്ളേർ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 2 പേരെ അങ്ങനെ മീറ്റ് ചെയ്തു. അവർ പഠിക്കുന്ന സമയത്ത് ഇതവർ സ്ക്രീൻഷോട്ട് എടുക്കുകയും ഇതിൻ്റെ എന്താ പറയുക ഡീറ്റെയിൽസ് ലൈക്ക് ഇതിനെപ്പറ്റി ഇതെങ്ങനെയാണ് ചെയ്യുന്ന ആ ഒരു ഇതിനെപ്പറ്റി ഇവർ റിസർച്ച് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ എന്നെ സംബന്ധിച്ച് റോൺചാൻ പറഞ്ഞ ആ ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻ്റ് ആണ്. ലൈക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഇതിലോട്ട് പോകാമെന്നൊരു ആ ഒരു എന്താ ഡിസൈനിലോട്ട് നമ്മൾ പോയതല്ലേ. അതിൽ ആക്ച്വലി എപ്പോഴും ഗ്ലോ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇച്ചിരി ഫ്യൂച്ചറിസ്റ്റിക് ആണ് നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് നമ്മുടെ ഡിസൈൻസ് കാലം തെറ്റി പറഞ്ഞു എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് മുമ്പിലാണ് നമ്മുടെ ഡിസൈൻസ്. അത് എപ്പോഴും സംഭവിക്കുന്ന കാര്യം നമ്മൾ ഇപ്പൊ സിമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ 2 ഇയർ ബാക്കാണ് 2 ഇയർ ബാക്ക് നമ്മൾ ഇറക്കിയ ഗ്ലോ ബേസിക്സിന്റെ ഒരു ഓണത്തിന്റെ ഒരു കളക്ഷന്റെ ഡ്രസ്സ് വരെ ആ ഇയർ പോയ പീസസിനേക്കാൾ കൂടുതൽ അത് കഴിഞ്ഞ് 2 വർഷം ഈ വർഷവും കഴിഞ്ഞ വർഷമാണ് അതിന്റെ ഏറ്റവും കൂടുതൽ പീസസ് പോയത്. അപ്പൊ പല സാധനവും നമുക്ക് അപ്പം അക്സെപ്റ്റ് ചെയ്യാൻ ഇതൊരു പുതിയതാണല്ലോ ഇതല്ലല്ലോ ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡ് എന്ന് വിചാരിച്ചാലും അത് കഴിഞ്ഞിട്ട് ആൾക്കാർ സെയിം തന്നെ ഫോളോ ചെയ്യുമെന്നുള്ളതാണ് അല്ലേ. അതെ, അതുപോലെ തന്നെ ഗ്ലോയിനെ സംബന്ധിച്ച് ഒരു ഭയങ്കര ഒരു ക്രൈസിസിലൂടെയാണ് ആ ഒരു അല്ലെ ഗ്ലോയിനെ അല്ല റോൺചാൻ്റെ ഒരു ആ ഒരു ക്രൈസിസിന്റെ സമയത്താണ് ഞാൻ ഈ ഒരു പ്രപ്പോസലും ഈ ഒരു കല്യാണവും. ആക്ച്വലി പ്രപ്പോസൽ വന്ന ടൈമിൽ നമുക്കങ്ങനെ ഒരു സിറ്റുവേഷൻ കോവിഡിന്റെ സിറ്റുവേഷൻ ഒന്നും ഇല്ല. ഈ ആക്ച്വലി ഞങ്ങൾ പ്രപ്പോസൽ വന്ന് നമ്മളിത് ഫിക്സ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേ ആണ് ആക്ച്വലി ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുകയും ഏറെക്കുറെ അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ കോവിഡ് ആ ലോക്ക്ഡൌൺ വന്നു. പക്ഷെ നമ്മൾ എന്നാലും നടത്താം എന്നുള്ള രീതിയിൽ അത്രയും റെസ്ട്രിക്ഷൻസ് ആദ്യം ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ ആ സമയത്ത് തന്നെ ബാക്കി ഫിക്സേഷൻ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തു. പക്ഷെ ആ സമയത്ത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദർ ഹോസ്പിറ്റലൈസ്ഡായി. ആള് ഒരു 1 മന്തിന് ശേഷം മരിച്ചുപോയി. അപ്പോൾ അതിനുശേഷം നമുക്ക് ലോക്ക്ഡൗൺ കംപ്ലീറ്റ് ആയി. പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. ഈ സമയത്തൊക്കെ നമ്മൾ വീടുകളിലാണ് എല്ലാവരും, നമ്മുടെ ഡിസൈനേഴ്സ്, നമ്മുടെ ലേബേഴ്സ് എല്ലാവരും എല്ലാ കച്ചവടക്കാരും അപ്പൊ എന്നെ സംബന്ധിച്ചൊരു ഫാദറിന്റെ ഇതും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് തന്നെ വെഡിങ്ങും പ്ലാൻ ചെയ്യുമ്പോൾ എനിക്ക് ടോട്ടലി ഞാൻ കുറച്ച് മോശം ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ ആക്ച്വലി ഈ സമയത്ത് എൻ്റെ കയ്യിലൊരു ബുക്ക്, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നൊരു ബുക്കാണ്, ഞാൻ ഒരിക്കലും വായിച്ചിട്ടില്ല, കണ്ടിട്ടുമില്ല. ആ സമയത്ത് ആ ബുക്ക് ഞാൻ കാണണ്ടായി. എൻ്റെ ഡാനിയൽ കാർണഗി എന്ന് പറഞ്ഞൊരു ഓഥറിൻ്റെ ബുക്കാണ്. സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ് എന്നാണ് എൻ്റെ ഓർമ്മ. ആ ബുക്ക് ഞാൻ വായിക്കണ്ടായി. ആ ഒരൊറ്റ ബുക്ക് നല്ലൊരു ചേഞ്ച് എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നു. നമുക്ക് അത്ര വറി ചെയ്തുകൊണ്ടിരുന്ന സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ എങ്ങനെ ബെറ്റർ ഒരു ലിവിങ് ഉണ്ടാവാം അല്ലെങ്കിൽ എങ്ങനെ ചേഞ്ച് ആവാം എന്ന് എനിക്ക് ആ ഒരൊറ്റ ബുക്ക് വായിച്ചപ്പോഴാണ് എനിക്ക് അത്രയും ഒരു ബെറ്റർ എനിക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ അതിനുശേഷം കാര്യങ്ങൾ ചേഞ്ച് ചെയ്തു. ഞാൻ എൻ്റെ മൈൻഡിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കി. അപ്പോൾ ഒബ്വിയസ്ലി എനിക്ക് ഫാമിലി എന്നുള്ള സപ്പോർട്ടുണ്ട്, എൻ്റെ സിസ്റ്റർ എൻ്റെ കൂടെ ഉണ്ട് എപ്പോഴും. പക്ഷെ എന്നാലും നമ്മൾ ഈ ഉള്ളിൻ്റെ ഉള്ളിലും ഒറ്റപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഈ പലരും പല വീടുകളിലാണ് കോവിഡിൻ്റെ ടൈം ആയിരുന്നത്. പക്ഷേ ഈ ബുക്ക് വായിച്ചതിന് ശേഷം എനിക്ക് നല്ല ചേഞ്ച് ഉണ്ടായി. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ കുറച്ചുകൂടി അഗ്രസീവായിട്ട് അതെ ഷോപ്പിൻ്റെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യാം, എങ്ങനെ വർക്കൗട്ട് ചെയ്യാം ഈ സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെ ചിന്തിച്ച സമയത്ത് നമ്മുടെ സ്റ്റാഫുകളെല്ലാം വീട്ടിൽ നിന്ന് വർക്ക് ഫ്രം ഹോം ചെയ്തു തുടങ്ങി. അവർ ഓൺലൈനായിട്ട് ഓർഡേഴ്സ്, നമ്മൾ വെഡ്ഡിങ്സ്, ഈ കോവിഡ് വെഡ്ഡിങ്സിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തു. അങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെ ഇത് എത്തിക്കാം, എങ്ങനെ അവരുടെ ഓൺലൈനിൽ നമുക്ക് എങ്ങനെ അവരുടെ ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യാം. അതുപോലെ ഞാൻ ഓർക്കുന്നുണ്ട് അതുവരെ നമുക്ക് 21 ദിവസം നമുക്ക് ലോക്ക്ഡൗൺ വന്നു. അന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ വന്നിട്ട് ഉറപ്പിച്ചിട്ട് പോയ സമയമായിരുന്നു. ആ സമയത്ത് 21 ദിവസവും നമ്മൾ ഡെയിലി വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ നല്ല ഇതായിട്ടങ്ങ് പോയി. നല്ല സുവർണ്ണ കാലം എന്ന് വേണേൽ പറയാം. അത് കഴിഞ്ഞിട്ട് കട തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ വിളിക്കുമ്പോഴത്തേക്ക് ഹലോ ഞാൻ ബിസിയാണ് ഇതാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത്, പിന്നെ എനിക്ക് ഫോട്ടോ അയച്ചു തരുന്ന എല്ലാം പുതിയ ഡിസൈൻസ് ലോഞ്ച് ചെയ്യുന്നു, പുതിയ പാറ്റേൺസ്, എന്താ പറയുക കളേഴ്സിലും പാറ്റേൺസിലും എല്ലാം വെറൈറ്റി അല്ല. ആ സമയത്തൊരു എന്താ പറയുക വെഡ്ഡിങ് നടക്കുന്നതോടൊപ്പം വെഡ്ഡിങ് വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ പുതിയ ഡിസൈൻസും ആ സമയത്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. ആക്ച്വലി എന്താ വെച്ചാൽ നമ്മുടെ ഡിസൈനേഴ്സ് പലരും വീട്ടിൽ നിന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച് അന്നത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഓണർക്ക്
സ്റ്റോറിൽ പോവാം എന്നൊക്കെയുള്ള പെർമിഷൻസ് നമുക്ക് എല്ലാ ദിവസവും ഇല്ല. അപ്പോൾ നമ്മുടെ ലേബേഴ്സിനും ഈ പറഞ്ഞ പോലെ 3 days ഒക്കെ ഒരു വീക്കിൽ വർക്ക് ചെയ്യാം, അങ്ങനത്തെ ഓപ്ഷൻസ്. പക്ഷെ നമ്മളായിരുന്നു കൂടുതൽ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം സ്റ്റാഫിനൊന്നും വരാൻ പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷൻ, പലരും പല സ്ഥലത്ത് പല ടൈമിലായിരുന്നു ലോക്ക്ഡൗൺസ് ഒക്കെ. അപ്പോൾ നമ്മൾ കൂടുതൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. കുറച്ചുകൂടി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇൻവോൾവ് ആയി. എങ്ങനെ ഇത് ബെറ്റർ ആക്കാം എന്നുള്ളൊരു തോട്ടിൽ വന്നു. എങ്ങനെ കസ്റ്റമേഴ്സിന് പ്രോപ്പറായിട്ട് ആ ടൈമിൽ ഡെലിവർ ചെയ്യാം, എങ്ങനെ പ്രൊഡക്ഷൻ ബെറ്റർ ആക്കാം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ട് ഇതിൻ്റെ അകത്ത് ആ ഒരു ടൈമിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചുകൂടെയും എൻഗേജ്ഡ് ആയി, കുറച്ചുകൂടെയും ഓൺലൈൻ നമ്മുടെ പ്രസൻസ് കൂട്ടാൻ നമ്മൾ ആ ടൈമിലോട്ട് ആലോചിച്ചിരുന്നു. പിന്നെ ജുലിൻ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൽ കൂടുതൽ ബെറ്റർ ആയി എന്നാണ് എൻ്റെ ഒരു. അതുപോലെ തന്നെ എനിക്ക് ഓർമ്മയുള്ള ഒരു കാര്യം, എൻഗേജ്മെന്റ് ഡ്രസ്സ് കഴിഞ്ഞിട്ട് വെഡ്ഡിങ്ങിന്റെ ഡ്രസ്സ് ഇതാക്കിയ സമയത്ത് പിന്നെ നമ്മൾ ആ ഒരു കോവിഡിന്റെ സമയത്തുള്ള പോലെ ഒരു എന്താ പറയാ ഒരു റിലാക്സേഷൻ ഇല്ല വർക്കില്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടെ എന്താ പറയാ കുറച്ച് ഇത് മാറിയപ്പോൾ കോവിഡിന്റെ ആ ഒരു റെസ്ട്രിക്ഷൻസ് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഓർഡേഴ്സ് കൂടിയോണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ മന്ത്രകോടി ഇപ്പോഴും ഞാൻ ആ സാരിയുടെ ഫോട്ടോസോ അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയുമ്പോഴും അവിടുത്തെ ഭായിമാർ അല്ലെങ്കിൽ വർക്കേഴ്സ് പറയും, എന്താ റോൺ സാർ ഞങ്ങൾ ഉറക്കിയില്ല, എല്ലാവരും നിരത്തി പിടിച്ച് അന്ന് രാത്രിയിൽ തന്നെ വെഡ്ഡിങ്ങിന്റെ തലേദിവസം അല്ലേ, തലേദിവസം വരെ വർക്ക് ചെയ്യും. അതായത് കുറച്ച് വർക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ച് അധികം ദിവസം കൂടുതൽ എടുത്തു ആ വർക്ക് ചെയ്യാനായിട്ട്. കാരണം മന്ത്രകോടി ചെയ്തപ്പോഴും എനിക്കുണ്ടായിരുന്ന ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ നോർമൽ നമ്മൾ കണ്ടുവരുന്ന കാഞ്ചീപുരം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റൈലിലേക്ക് പോവാതെ എന്ത് ഡിഫറൻസ് നമുക്ക് സാരീസിൽ കൊണ്ടുവരാം എന്നാൽ കുറച്ച് ട്രഡീഷൻ ഇതും വേണം. യൂഷ്വലി ഗ്ലോ ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാറ്, ഒരു ഇൻഡോ വെസ്റ്റേൺ തീമിലാണ് കൂടുതൽ നമ്മൾ പോവാറ്. അപ്പോൾ എങ്ങനെ നമുക്കൊരു എന്ത് നമുക്ക് കൊണ്ടുവരാം നോർമൽ നമ്മുടെ കാഞ്ചീപുരം സാരീസിൽ അല്ലെങ്കിൽ സിൽക്ക് സാരീസിൽ എന്ത് പുതിയ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാം എന്നൊരു തോട്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഞങ്ങൾ ഒരു ഹാൻഡ് വർക്ക്ഡ് സ്റ്റോറി ടെല്ലിംഗ് രീതിയിലേക്ക്, അതേപോലെ അതിൻ്റെ ബ്ലൗസ് ഡിസൈനൊക്കെ കണ്ടറിയാം, പ്രപ്പോസ് ചെയ്യുന്ന പോലത്തെ ഒരു രീതിയിലുള്ള സ്ലീവ്സും ഞങ്ങൾ അതിൻ്റെ മുന്താണിയിൽ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരുടെയും ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, ഫേസ് ആക്ച്വലി രണ്ടുപേരും ഫേസ് ക്ലോസപ്പ് ആയിട്ടുള്ള നമ്മൾ എൻഗേജ്മെന്റിന് ചെയ്ത എടുത്ത ഒരു ഫോട്ടോ ആണ്. ആ ഫോട്ടോയാണ് നമ്മുടെ മുന്താണിയിൽ നമ്മൾ വർക്ക് ചെയ്തത്. അത് എംബ്രോയിഡറി ചെയ്ത് നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. മുന്താണി അതാണ്. അതെ അതെ അതെ. ആ ത്രൂ ഔട്ട് ആ ഒരു വർക്ക് അത്രയും പെർഫെക്ഷൻ ആയിട്ട്, അത് ഹാൻഡ് മെയ്ഡ് ആയിക്കോട്ടെ ആയിട്ട് പോലും അത്രയും അത് എഫേർട്ട് എടുത്തിട്ട് അത്രയും അത് ആ ഒരു സാരിയിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു ഫംഗ്ഷൻ ശരിക്കും പറഞ്ഞാൽ ആ ഫംഗ്ഷൻ അധികം ആൾക്കാരത് കണ്ടിട്ടില്ല. കാരണം നമുക്ക് 20 പേരുടെ കല്യാണമായിരുന്നു. പക്ഷെ അത് ഫോട്ടോസ് ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീടാണെങ്കിലും പല ഫംഗ്ഷൻ അത് ഉടുക്കുമ്പോഴാണെങ്കിലും എല്ലാവരും വന്നിട്ട് ഇതിൻ്റെ ഡീറ്റെയിലിങ്, ഇതിൻ്റെ സ്റ്റോറി, ഇതിന് ഇവിടെ ഇങ്ങനെയാണല്ലേ, ഇതിന് അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞ് എല്ലാവരും ഭയങ്കര അപ്രിസിയേഷൻ കിട്ടിയൊരു. അതെ, എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ആ സാരി ഫുൾ അതിൻ്റെ അകത്തുള്ള ടോട്ടൽ വർക്ക് ആളുകൾ കണ്ടിട്ടില്ല ഇപ്പോഴും. അത് സ്പെസിഫിക്കലി ആ ഒരു എന്താണെന്നുള്ളത് അതിനകത്ത് ഓരോരോ ബൂട്ടാസ് നമ്മുടെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടായിരുന്നു. അതിന്റെ ബോർഡർ ഡിസൈൻ ആയിക്കോട്ടെ, അതിന്റെ മുന്താണി ആയിക്കോട്ടെ, എല്ലാം ഓരോരോരോ എലമെന്റ്സ് വെച്ചിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് അത് ചെയ്തേക്കുമായിരുന്നു അല്ലേ, സ്റ്റോറി ടെൽ ചെയ്യുന്ന രീതിയിലേക്ക് അതിനെ നമ്മൾ കൊണ്ടെത്തിക്കുമായിരുന്നു. അതെ അതെ അതെ. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സാരി അത്രയും ആൾക്കാർ അതിന് ഫാൻ ബേസ് ഉള്ളത്. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ 3 ഔട്ട്ഫിറ്റിലെ വെച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് കോംപ്ലിമെന്റ് തന്ന ഒരു ഔട്ട്ഫിറ്റാണ് നമ്മുടെ വെഡ്ഡിങ് ഗൗണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഗ്ലോയുടെ ഒരു പുതിയൊരു ഒരു ലോഞ്ച് അല്ലെങ്കിൽ പുതിയൊരു ഇതിനെ പറയുന്നത്. അപ്പോൾ അത് ആക്ച്വലി ഈ ജുലിൻ്റെ ഗൗൺ എന്ന് പറഞ്ഞാൽ ബേസിക്കലി സിൻഡർല ഗൗൺ തന്നെ ആയിരുന്നു. പക്ഷെ അതിൽ നമ്മൾ കുറച്ച് ഡിഫറൻസസ് കൊണ്ടുവന്നിട്ടുണ്ട്. ബേസിക്കലി ജുലിനൊരു ആവശ്യം ഉണ്ടായിരുന്നു, ജുലിൻ്റെ ഹാൻഡ് എംബ്രോയിഡറി അല്ലെങ്കിൽ വർക്കുകൾ കുറേയൊക്കെ 3D വേണം എന്നൊരു കോൺസെപ്റ്റ്, അതായത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണം എന്നുള്ള രീതിയിൽ ജുലിനൊരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് ഈ സിൻഡർല ഗൗണിൽ എങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾ കുറച്ച് ആലോചിച്ചു. അപ്പോൾ ജുലിന് ബട്ടർഫ്ലൈസ് വേണം, ഫ്ലവേഴ്സ് വേണം, അങ്ങനെ കുറച്ച് ഡിമാൻഡ്സ് ഫാന്റസി ടൈപ്പ് ഉള്ള ഒരു ഡ്രീം ഉള്ള അങ്ങനത്തെ ഒരു വെഡ്ഡിങ് ഇത് വേണമെന്നാണ് ഉള്ള ആളായിരുന്നു ഞാൻ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഗ്ലോ അത് തന്നെയാണ് ചെയ്യുന്നത്. ഓരോ ആൾക്കാരുടെ വെഡ്ഡിങ് ലുക്ക് പല ടൈപ്പാണ് അവർ ചിന്തിക്കുന്നത്. ഇപ്പൊ ലൈക്ക്
എന്താ പറയുക, റീസെൻ്റ്ലി നടന്ന എൻ്റെ അനിയത്തിയുടെ വെഡിങ്ങിന് അവൾക്ക് ആഗ്രഹം അവൾ ഏറ്റവും ഷേപ്പ് തോന്നണം, ഹൈറ്റ് തോന്നണം, അവൾ അങ്ങനത്തെ ഒരു ഇതാണെങ്കിൽ, നേരെ മറിച്ച് എൻ്റെ എൻ്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവൾക്ക് ഏത് ലുക്കാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ അവൾ പറയുന്നത് അവൾക്ക് പ്രിൻസസ് ലുക്കാണ് വേണ്ടത്, ഹെവി ലുക്കാണ് വേണ്ടത്. അപ്പോൾ ഓരോരുത്തരുടെയും വെഡ്ഡിങ്ങിന് അവരവരെ ഓരോരോ ലുക്കാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഔട്ട്ഫിറ്റാണ് നമ്മൾ, അതുകൊണ്ടാണ് ഓരോ ഔട്ട്ഫിറ്റും കസ്റ്റമൈസ് അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് ചെയ്ത് കൊടുക്കുന്ന നമ്മൾ കോൺഫിഡൻ്റ് പറഞ്ഞ അതുകൊണ്ടാണ്. കാരണം എൻ്റെ ആ ഒരു സമയത്തെ ഒരു സിൻഡ്രല്ല അല്ലെങ്കിൽ ആ ഒരു ഫാൻറ്റസി ഇതിൽ 100 അതിൻ്റെ അപ്പുറത്ത് ഇത് തരുന്ന ഒരു ഔട്ട്ഫിറ്റായിരുന്നു അത്. ഞാൻ എന്താണോ വിചാരിച്ചത് അതിനും അപ്പുറത്തുള്ളൊരു അതെ, അതിന് അതുപോലെ എഫേർട്ടും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. കാരണം അതിന്റെ ഫ്ലെയർ എല്ലാവർക്കും അറിയാവുന്ന പോലെ അത്രയും ഹെവി ഫ്ലെയർ, അത്രയും മീറ്റേഴ്സ് വർക്ക് വേണം. അതിനകത്ത് ഒരു ബട്ടർഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ടൈം പോലും അത്രയും ബട്ടർഫ്ലൈസ് വേണം. ഓരോ ബട്ടർഫ്ലൈസും സെപ്പറേറ്റ് ചെയ്ത് അത് അതിനകത്തുനിന്ന് നമ്മള് അതുപോലെ തന്നെ അതിൽ ഓരോ ഫ്ലവർ ആണെങ്കിലും അത് 3D പോലെ നിൽക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിനെടുത്ത ടൈം എന്നൊക്കെ പറഞ്ഞാൽ നല്ലപോലെ എന്റെ വെഡിങ് ആ ഡ്രസ്സ്, സാരി ആയിക്കോട്ടെ ഗൗൺ ആയിക്കോട്ടെ, ഇപ്പോഴും ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ ഡിസൈനേഴ്സ് പറയും, മാം അത് ചെയ്യാൻ എത്ര നാളും കൊണ്ടാണ് ഞങ്ങൾ തീർത്തെന്നറിയോ, ഞാനാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞോണ്ട് അവരത് ഇപ്പോഴും പറയും. അവരും നല്ലപോലെ നമ്മുടെ എല്ലാ ലേബേഴ്സും സ്റ്റാഫും എല്ലാവരും എൻ്റെ അത് നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ടാസ്ക് പോലാണ് ആ ഒരു ഡ്രസ്സ്. എല്ലാവർക്കും അതിലൊരു പ്രത്യേക ഒരു താല്പര്യമുണ്ട്. ബേസിക്കലി നമ്മുടെ തന്നെ ഒരു വെഡിങ് ആകുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് അതിലൊരു ഡിഫറൻസ് കൊണ്ടുവരണം, അത് ഏറ്റവും ബെസ്റ്റ് ആകണം എന്നൊരു തോട്ട് ഉണ്ട്. അപ്പൊ എല്ലാവരും അതുപോലെ ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈവൻ ജുലിൻ പറഞ്ഞത് കറക്റ്റാണ്. സാരിയുടെ കേസിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മോർണിംഗ് 2 o'clock 3 o'clock വരെയൊക്കെ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്നും ആക്ച്വലി ഇല്ല, അത് അവർ പറഞ്ഞെങ്കിലും ഇതൊന്നും ഞാൻ അങ്ങോട്ട് പറയാതെ തന്നെ അവർ ചെയ്ത കാര്യങ്ങളാണ്. അത് ആ സമയത്ത് പിന്നെ നമ്മുടെ ഓർഡേഴ്സും കൂടി നമ്മൾ വിചാരിക്കാത്ത വർക്ക് ലോഡ് കുറച്ച് കൂടുക ചെയ്തു. അപ്പൊ നമുക്ക് ആ സമയത്ത് ഈവൻ ലിമിറ്റഡ് ഒത്തിരി ലേബർ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ടൈം അല്ലായിരുന്നു. ഈവൻ ഞങ്ങൾ ആ ടൈമിലൊക്കെ പല ലേബേഴ്സിനെയും ഈവൻ ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്ത് നമ്മൾ തന്നെ കൊണ്ടുവന്ന അവരെ ആ സമയത്ത് ഫ്ലൈറ്റിൽ വരുന്ന ആൾക്ക് 15 days ക്വാറന്റൈൻ വേണമായിരുന്നു. അപ്പൊ ഈവൻ ഞങ്ങൾ തന്നെ അവർക്ക് ക്വാറന്റൈൻ അറേഞ്ച് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും അതിനൊരു പരിമിതി ഉണ്ടായിരുന്നു. അതാണ് എല്ലാത്തിനും ആ ഒരു പരിമിതിക്കകത്ത് നമുക്ക് അങ്ങനെ ഒരു ഇത് ചെയ്യാൻ പറ്റിയത് തന്നെ ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം ഇപ്പോഴും ആളുകൾ അതിനെ എൻക്വയറിയും അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഡ്രസ്സ് കാണാൻ വേണ്ടി തന്നെ, അത് ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി തന്നെ പല ആൾക്കാരും വരികയും അത് കാണുകയും ഒക്കെ ചെയ്യുമായിരുന്നു. എല്ലാ നമ്മൾ ഗ്ലോയിൽ ചെയ്യുന്ന എല്ലാ ഡിസൈൻസും ഓരോ ബ്രൈഡിന് ചെയ്യുമ്പോഴും അവർക്ക് എല്ലാവർക്കും ഇതുപോലൊരു സ്റ്റോറി പറയാനുണ്ടാവും. അതുപോലെ ഞങ്ങൾക്ക് ഗ്ലോയിൽ പേഴ്സണലി ഞങ്ങൾ ഉള്ളിലുള്ള സ്റ്റാഫുകൾക്കായിക്കോട്ടെ ലേബേഴ്സിനായിക്കോട്ടെ ഓരോ ഡിസൈൻ ചെയ്യുമ്പോഴും അതിന്റെ പുറകിൽ ഇതുപോലൊരു സ്റ്റോറി ഉണ്ടാവും. ഇതിപ്പോ ജുലിന്റെ ആയതുകൊണ്ട് ജുലിൻ അറിഞ്ഞു. പക്ഷെ ഇതിന് ഇപ്പൊ ജുലിൻ അറിയുന്നുണ്ടാവും എല്ലാ സ്റ്റോറീസും. ഇതിന് മുന്നേ നടന്ന ഓരോ ബ്രൈഡിന്റെ ഡ്രസ്സും ഓരോ പുതിയ ഡിസൈൻ ചെയ്യുമ്പോഴും അതിൻ്റെതായ സ്റ്റോറീസ് ഗ്ലോയിൽ ഉണ്ട്. അത് എല്ലാ ഈവൻ ഞങ്ങളുടെ GM ആണെങ്കിലും അവരോട് ഇപ്പോഴും നമ്മൾ പഴയ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അവരുടെ ഒരു ഇന്ന ആളുടെ ഇതിങ്ങനെ നമ്മൾ ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിയാട്ടോ. അത് എന്താ പറയാ, ഓരോ ഔട്ട്ഫിറ്റും നമ്മൾ അങ്ങനെയാണ് എല്ലാവരും അതിൽ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ സ്റ്റോറീസ് എല്ലാവർക്കും ഓർമ്മയുണ്ട്, എല്ലാവർക്കും പറയാനുണ്ട്. അതാണ് എൻ്റെ കാര്യം. കട്ടിംഗ് മാസ്റ്റേഴ്സ് എന്നോട് പറയും, സാറ് വന്നു കഴിഞ്ഞ് ഇത് സമ്മതിക്കത്തില്ല, ഇത് സാറിനോട് ചോദിച്ചിട്ട് ഇത് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെ എന്നെ കൊണ്ട് മുഴുവൻ മാറ്റി ചെയ്യിപ്പിക്കും. അത് ആക്ച്വലി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും എൻ്റെ തന്നെയാണ് വരുന്നത്. എന്നെ സംബന്ധിച്ച് ആ ഒരു പെർഫെക്ഷൻ ആവശ്യമുണ്ട്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മളെ സംബന്ധിച്ച് ഈസിലി അവൈലബിൾ ആണ്. പക്ഷെ എന്ത് നമുക്ക് പുതിയത് കൊണ്ടുവരാം എന്നാണ് ഓരോ പ്രാവശ്യവും നമ്മൾ പർച്ചേസിന് പോകുമ്പോൾ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ തിങ്ക് ചെയ്യുന്ന കാര്യം. സോ വാട്ട് നെക്സ്റ്റ് ഗ്ലോയിൽ എന്ത് എക്സ്പെക്ട് ചെയ്യാം? നമ്മൊരു 5-year പ്ലാൻ ഉണ്ട് നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ നമ്മൾ കുറേ പുതിയ കാര്യങ്ങൾ ഗ്ലോയിൽ കൊണ്ടുവരണം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഗ്ലോയുടെ പല സർപ്രൈസസ് ഇനി ആൾക്കാർ കാണാൻ കിടക്കുന്നു.